കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ചുവർ ചിത്രങ്ങൾ നൽകി പി രാജേന്ദ്രൻ കർത്ത കലയിൽ പുതുചരിത്രം രചിക്കുന്നു. ഈ ചിത്രങ്ങൾ വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത് ഡൽഹിയിൽ ഉദ്യോഗസ്ഥനായ വി വിനോദ് കുമാറാണ്. ചിത്രങ്ങളുടെ നേത്രോന്മീലനം വരുന്ന 31 രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ചുവർ ചിത്രങ്ങൾ രചിച്ച് വളയഞ്ചിറങ്ങര സ്വദേശി പുത്തൻകോട്ടയിൽ പി രാജേന്ദ്രൻ കർത്ത കലയിൽ പുതുചരിത്രം എഴുതുന്നു. 12ഓളം ചുവർ ചിത്രങ്ങളാണ് ഈ കലാകാരൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. പഞ്ചവർണ്ണക്കൂട്ടിൽ കൊടുങ്ങല്ലൂരമ്മയുടെ ചുവർ ചിത്രാവിഷ്കാരത്തിന് പുറമെ തുല്യ പ്രാധാന്യത്തിൽ ശ്രീ പരമശിവന്റെ പ്രതിഷ്ഠയെ മുൻനിർത്തി പ്രദോഷ നൃത്തം എന്ന ചുവർ ചിത്രവും മഹാഗണപതിയുടെ രചനയും എടുത്തു പറയേണ്ട സൃഷ്ടികളാണ്. വീരഭദ്രനും മൂലാധാര ചക്ര ഗണേശനും കൂടാതെ ദേവീ സന്നിധിയിലുള്ള സപ്തമാതൃക്കൾക്കും മ്യൂറൽ പെയിന്റിംഗ് ശൈലിയിലുള്ള രചനാരീതി തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത്. സൃഷ്ടിശക്തിയെ സൂചിപ്പിക്കുന്ന ബ്രാഹ്മി, സംഹാരശക്തിയായ മഹേശ്വരി, ജ്ഞാനശക്തിക്ക് നിധാനമായ കൗമാരി, സ്ഥിതിശക്തിയായ വൈഷ്ണവി, താഴെ നിന്നും മുകളിലേക്ക് കുതിക്കുന്ന ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന വാരാഹി, ഇന്ദ്രിയങ്ങളുടെ ശക്തിയായ ഇന്ദ്രാണി, അത്യുഗ്ര സംഹാരശക്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ചാമുണ്ട എന്നിവയാണ് സപ്തമാതൃക്കളിൽ ഉൾപ്പെടുന്നത്. സപ്തമാതൃക്കളുടെ ചിത്രങ്ങൾ 7 ഒറ്റ പാനലിൽ തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മറ്റ് 64 കാളിക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായി കരുതിപ്പോരുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഈ ചിത്രങ്ങൾ വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത് ഡൽഹിയിൽ ഉദ്യോഗസ്ഥനായ വിനോദ് കുമാർ വി എന്ന ഭക്തനാണ്. 2.5 മാസത്തോളം സമയമെടുത്താണ് ആക്രിലിക് കളറിൽ ക്യാൻവാസിൽ രചനകൾ പൂർത്തീകരിച്ചതെന്ന് ചിത്രകാരൻ മീഡിയ സിറ്റിയോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ചുവർ ചിത്രങ്ങളുടെ കലയാണ് ഏറ്റവും സന്തോഷവും അനുഭവമായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ, പൊതുവെ ദേവീക്ഷേത്രങ്ങൾ ഏറ്റവും പ്രശസ്തമെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ചിത്രങ്ങളാണ്. ഏതാണ്ട് ഒരു 12ഓളം ചിത്രങ്ങൾ. അത് കൊടുങ്ങല്ലൂർ ദേവിയുടെ ചിത്രമുണ്ട് പ്രധാനമായിട്ടും. പിന്നെ ശിവന്റെ തന്നെ പ്രദോഷ നൃത്തം, ശിവനൃത്തമാണ് പ്രദോഷ നൃത്തം എന്ന് പറയുന്ന ചിത്രമുണ്ട്. മഹാഗണപതിയുടെ ചിത്രമുണ്ട്. പിന്നെ വീരഭദ്രൻ, പിന്നെ മൂലാധാര ചക്ര ഗണേശൻ, പിന്നെ സപ്തമാതൃക്കൾ, ചുവർച്ചിത്രകൾ സപ്തമാതൃക്കൾ, ഇപ്പം ബ്രാഹ്മി, മഹേശ്വരി, ചാമുണ്ട, അങ്ങനെ സപ്തമാതൃക്കൾ ഉൾപ്പെടെ 12ഓളം ചിത്രങ്ങൾ വരയ്ക്കാനുള്ള വളരെ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പോലെ, ശ്രീകുരുംബ ക്ഷേത്രം പോലെ അങ്ങനെയുള്ളൊരു ദേവാലയത്തിൽ വരയ്ക്കാനുള്ളൊരു ഭാഗ്യം, മഹാഭാഗ്യം എന്ന് തന്നെ പറയാം, എനിക്കുണ്ടായത്. വലിയ സന്തോഷമാണ്. അതിൻ്റെ അവസരം വന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഉദ്യോഗസ്ഥനായ വിനോദ് കുമാർ സാറാണ്. സാറിൻ്റെ കുടുംബത്തിലെ, സാറിൻ്റെ മകൾക്കോ മറ്റോ വേണ്ടിയിട്ടോ ഇങ്ങനൊരു വഴിപാട് ക്ഷേത്രത്തിലേക്ക് ഇത്രയും ചിത്രങ്ങൾ സാറ് സമർപ്പിക്കുകയാണ്. ചിത്രകലയ്ക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരത്തിനു പുറമെ മികച്ച ചുവർ ചിത്രകാരനുള്ള MV ദേവൻ കലാഗ്രാമത്തിന്റെയും സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെയും പേരിലുള്ള സംസ്ഥാന അവാർഡും മലയാള പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും രാജേന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം, കോട്ടയം തിരുനക്കര ക്ഷേത്രം, തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം തുടങ്ങി പ്രമുഖങ്ങളായ ആരാധനാലയങ്ങളിൽ ചുവർ ചിത്രരചനയും നിർവഹിച്ചിട്ടുണ്ട്. കൂത്താട്ടുകുളം ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ 4 അമ്പലത്തിലെയും ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകോവിലിലെ ചിത്രങ്ങളും ഒറ്റയ്ക്കാണ് ഈ കലാകാരൻ പൂർത്തീകരിച്ചത്. കേരള ലളിതകലാ അക്കാദമി നടത്തിയ ഇന്റർനാഷണൽ ചിത്രകലാ ക്യാമ്പുകളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ലളിതകലാ അക്കാദമിക്ക് വേണ്ടി പാലക്കാട് കുഞ്ചൻ സ്മാരകത്തിൽ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന തുള്ളൽ കൃതി അടിസ്ഥാനമാക്കിയും ചിത്രം രചിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ MG ശ്രീകുമാർ, ഇന്ത്യൻ നേവിയുടെ മുൻ ക്യാപ്റ്റൻ CP ഗിരിലാൽ തുടങ്ങി നിരവധി പ്രമുഖർക്ക് വേണ്ടിയും ചുവർ ചിത്രങ്ങൾ വരച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.